മുഖ്യമന്ത്രി ആരാകണമെന്ന മാരത്തൺ ചർച്ചകൾക്ക് പിന്നാലെ പുതിയ KPCC അധ്യക്ഷ സ്ഥാനത്തിനും മന്ത്രിമാർ ആരാകണമെന്നത് സംബന്ധിച്ചും കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകൾ സജീവമാണ്. നിയുക്ത MLA സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ KPCC അധ്യക്ഷൻ ആരാകുമെന്നാണ് നിലവിലെ ചർച്ച. മുഖ്യമന്ത്രി ചർച്ചകളെ തുടർന്ന് ഇടക്കാലത്ത് ക്ഷയിച്ചുപോയ ഗ്രൂപ്പുകൾ വ്യക്തികളുടെ പേരിലാണെങ്കിലും ചേരിതിരിഞ്ഞ് കോൺഗ്രസിൽ ശക്തിയാർജിച്ചത് ചർച്ചകളെയൊക്കെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ വീതം വെക്കുന്നതും തലവേദന സൃഷ്ടിക്കും. ഈ സാഹചര്യമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. കോൺഗ്രസിൽ ഇനിയും പോര് തുടരും. മുഖ്യമന്ത്രി ചർച്ചകൾ തീർത്ത അനിശ്ചിതത്വത്തിന്റെ തലവേദനയ്ക്ക് ശേഷം KPCC അധ്യക്ഷ പദവിയിലും അവകാശവാദങ്ങൾ ഉയർന്നിരുന്നു. ഔദ്യോഗിക ചർച്ചകളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുന്നതിന് മുൻപാണ് ഈ നിർണായക നീക്കം. മുൻപ് സാമുദായിക പരിഗണനകൾ അടക്കം വിലയിരുത്തിയാണ് നിലവിലെ അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തടയപ്പെട്ട നേതാക്കൾ അടക്കം ഇപ്പോൾ വീണ്ടും അധ്യക്ഷ പദത്തിനായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നത് KPCC അധ്യക്ഷൻ ആരാകണമെന്നുള്ള തീരുമാനത്തെയും സ്വാധീനിക്കാൻ ഇടയുണ്ട്. എങ്കിലും നിലവിൽ ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ ഇവരുടെയൊക്കെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിൽ. അതിനിടയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദവുമായി കൊടിക്കുന്നിൽ സുരേഷ് MP മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും പുറത്തുവന്നു. മുൻപ് പലവട്ടം അർഹതയുണ്ടായിട്ടും തന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും ഇത്തവണ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പരിചയസമ്പന്നനായ നേതാവ് എന്ന നിലയിൽ പരിഗണിക്കണമെന്നുമാണ് സുരേഷിന്റെ ആവശ്യം. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായിരിക്കും KPCC പ്രസിഡന്റ് എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ആശയവിനിമയത്തിൽ മേൽക്കൈ കിട്ടിയത് ആ നിർദ്ദേശത്തിനുമായിരുന്നു. AK ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്നും പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കൾ ഇല്ല എന്നത് പോരായ്മയാണ് എന്ന വിലയിരുത്തലിലാണ് കഴിഞ്ഞ ടേമിൽ സണ്ണി ജോസഫിന് നറുക്കുവീണത്. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ പേര് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവസാന നിമിഷം വരെ പരിഗണിച്ചിരുന്നുവെങ്കിലും K സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സുധാകരന്റെ അടുത്ത അനുയായിയായ സണ്ണി ജോസഫ് നിയമിക്കപ്പെട്ടത്. ഇത്തവണ സണ്ണി ജോസഫിന് പകരം ബെന്നി ബെഹനാനെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് A ഗ്രൂപ്പിലെ നേതാക്കൾ ഉന്നയിക്കുന്നത്. A ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവും മുൻ UDF കൺവീനറുമായിരുന്നു ബെന്നി ബെഹനാൻ. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നതും. KPCC അധ്യക്ഷ പദവി ഒഴിയുന്ന സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കും. പ്രസിഡന്റ് പദവിയിലായിരുന്ന നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രാധാന്യമുള്ള വകുപ്പ് തന്നെ നൽകാനാണ് പാർട്ടി നീക്കം. അതേസമയം ഷാഫി പറമ്പിലിന്റെ പേര് KC വേണുഗോപാൽ പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളെ തുടർന്ന് കോൺഗ്രസിൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമായിട്ടുണ്ട്. കൂടെ നിന്ന MLA മാർക്ക് മന്ത്രിസ്ഥാനം നേടിക്കൊടുക്കാനുള്ള സമ്മർദ്ദം നേതാക്കൾ പയറ്റുന്നുമുണ്ട്. ഇതോടെ മന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രയാസകരമാകും. മുഖ്യമന്ത്രി ആരാകും എന്നതിനെ കൂടി ആശ്രയിച്ചാകും കോൺഗ്രസിലെ മറ്റ് മന്ത്രിമാരുടെ പട്ടിക നിശ്ചയിക്കപ്പെടുക. വനിതാ, പിന്നാക്ക വിഭാഗ, സാമുദായിക, പ്രാദേശിക പ്രാതിനിധ്യങ്ങൾ വലിയ വെല്ലുവിളിയാകും. സംസ്ഥാന മന്ത്രിസഭാ രൂപവൽക്കരണം സംബന്ധിച്ച് ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം ഉടൻ തന്നെ ചർച്ചകൾ ആരംഭിക്കും. സുപ്രധാനമായ ചില വകുപ്പുകൾ വച്ചുമാറുന്നത് സംബന്ധിച്ചും ഘടകകക്ഷികളുമായി ചർച്ചകൾ നടന്നേക്കും. അതേസമയം 5 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന രീതിയിലാകും മന്ത്രിസഭാ രൂപീകരണം എന്നാണ് വിവരം. 63 സീറ്റുകൾ നേടിയ കോൺഗ്രസിന് 12 മന്ത്രിസ്ഥാനവും സ്പീക്കർ പദവിയും ലഭിച്ചേക്കാം. ധനകാര്യം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ കോൺഗ്രസ് തന്നെ കൈവശം വയ്ക്കുമെന്നാണ് സൂചന. 22 സീറ്റുകൾ നേടിയ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും RSP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനം വീതവും കിട്ടിയേക്കും. പുതിയ മന്ത്രിസഭ അടക്കം രൂപീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് UDF. സീനിയോറിറ്റി കൊണ്ടും സ്ഥാനം കൊണ്ടും പ്രഥമ പരിഗണനയിൽ ഉൾപ്പെടുന്ന പേരുകൾ സ്വാഭാവികമായും സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ എന്നിവരുടേതാകും. ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ വനിതാ പ്രാതിനിധ്യമായി കടന്നു വന്നേക്കാം. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, M ലിജു, VT ബൽറാം, T സിദ്ദിഖ്, ചാണ്ടി വുമൻ, N ശക്തൻ, മാത്യു കുഴൽനാടൻ, TJ വിനോദ്, N വിൻസെന്റ് എന്നിവരുടെ പേരുകളും നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൽ നിന്നും ഏറ്റെടുക്കണമെന്നൊരാവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. പകരം ലീഗിന് ആരോഗ്യ വകുപ്പ് വിട്ടു നൽകാമെന്നും അവർ പറയുന്നു. ആഭ്യന്തരം, ധനകാര്യം, റവന്യൂ, വനം, ദേവസ്വം, ഊർജം,
ടൂറിസം തുടങ്ങിയ സുപ്രധാനമായ വകുപ്പുകൾ കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല എന്നാണ് വിവരം. വ്യവസായം, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് എന്നിവയാണ് മുസ്ലിം ലീഗ് ഉറപ്പിച്ച വകുപ്പുകൾ. ജലസേചനം, കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഫിഷറീസ്, തൊഴിൽ, ഗതാഗതം തുടങ്ങിയ വകുപ്പുകൾ മറ്റ് ഘടകകക്ഷികൾക്ക് നൽകാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. UDFിലെ എല്ലാ ഘടകകക്ഷികളെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. 2001 കോൺഗ്രസിന് മാത്രം 62 സീറ്റ് ലഭിച്ചപ്പോഴും എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയിരുന്നു. അന്ന് ഘടകകക്ഷികളെ ഉൾപ്പെടുത്താൻ കോൺഗ്രസിന് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. 20-അംഗ ആന്റണി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 9 മന്ത്രിമാരിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയി. 2001 21-അംഗ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അതേ പ്രാതിനിധ്യമാണ് ഇത്തവണയും ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നത്. ലീഗിന് 5, കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും, RSP, കേരള കോൺഗ്രസ് ജേക്കബ്, CMP, മാണി സി കാപ്പന്റെ KDP എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനം എന്ന ഫോർമുലയാണ് നിലവിലെ പരിഗണനയിൽ. ഏകാംഗ കക്ഷികൾക്ക് പകുതി ടേം വീതം നൽകിയാൽ മതിയെന്നൊരു നിർദ്ദേശം ചില കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് അറിയുന്നു. എന്നാൽ അവരിൽ മാണി സി കാപ്പൻ ഒഴികെ കേരള കോൺഗ്രസ് ജേക്കബും CMPയും ദീർഘകാലമായി UDFിന്റെ ഭാഗമാണ്. 10 വർഷം പുറത്തുനിന്ന ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരെ മാറ്റി നിർത്തുന്നത് ഉചിതമല്ല എന്നാണ് മറുവാദം. മുസ്ലിം ലീഗിൽ അന്തിമ മന്ത്രിനിർണയം കോൺഗ്രസുമായുള്ള വകുപ്പ് ചർച്ചകളിൽ തീരുമാനമായ ശേഷം മാത്രമെന്ന സൂചനകൾ. പുറത്ത് ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുമ്പോഴും നേതൃത്വം നിഗമനത്തിലേക്ക് എത്തിയ പേരുകളിൽ പാർട്ടിക്ക് ലഭിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. ലീഗിന് ഉറപ്പായ 4 മന്ത്രിസ്ഥാനങ്ങളിൽ ആളെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരാണ് മന്ത്രിമാരാവുക. 5-ാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ കാസർഗോഡ് നിന്നുള്ള AKM അഷ്റഫിന് അവസരം ലഭിച്ചേക്കും. KM ഷാജി വേങ്ങരയിൽ നിന്നാണ് ജയിച്ചതെങ്കിലും കോഴിക്കോടിന്റെ പ്രാതിനിധ്യം എന്ന നിലയിലാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഷംസുദ്ദീൻ പാലക്കാട് ജില്ലാ പ്രതിനിധിയാണ്. 5-ാം മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് സ്ഥാനങ്ങളിലൊന്ന് ലീഗ് ആവശ്യപ്പെട്ടേക്കാം. MK മുനീറിനും KPM മജീദിനും ഔദ്യോഗിക പദവികൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പാക്കും എന്നൊരു നിർദ്ദേശവും ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFിൽ അധികാര കൈമാറ്റത്തിന്റെ ചർച്ചകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകളുടെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. വിലപേശാനുള്ള അണിയറ നീക്കങ്ങൾ ഗ്രൂപ്പുകളും ഘടകകക്ഷികളും സജീവമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിലെ അനിശ്ചിതത്വത്തിന് ശേഷം എത്തുന്ന KPCC അധ്യക്ഷ സ്ഥാനവും മന്ത്രിസഭാ രൂപീകരണവും അധികം വൈകില്ല എന്നു തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയമായി സ്പോട്ട്ലൈറ്റ് നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.